ഇത്തരത്തിലൊരു വഴക്കാണ് ഞങ്ങൾ തമ്മിൽ ഉണ്ടാകാറുള്ളത്. ഒരു 12:30 1 മണി വരെയും എപ്പോഴും ഇത് തുന്നിക്കൊണ്ടിരിക്കുകയും 1 മണിക്കൂർ എങ്കിലും യാത്ര ചെയ്യുന്ന ഒരു യാത്രയുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ടിയിട്ട് ക്രാഫ്റ്റ് വർക്കിനുള്ള സാധനങ്ങളും എല്ലാം എടുത്ത് യാത്ര ചെയ്യുന്ന അമ്മയാണ് എനിക്ക് കഴിഞ്ഞ 15 വർഷമായിട്ട് അറിയാം. ഈയൊരു അവസ്ഥയിൽ ഈ ചിത്രങ്ങളുടെ ലോകോത്തരമായ ചിത്രങ്ങളാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതിലുള്ള തപസ്യ ഈ ചിത്രങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ള സുഗത ടീച്ചർ ഞങ്ങളുടെ ഒരു കുടുംബാംഗമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ടീച്ചറിനെ കുറിച്ച് മറ്റൊന്നും പറയുന്നില്ല. രാജീവ് കുമാർ സാർ അദ്ദേഹവും ഞങ്ങളുടെ ഒരു കുടുംബാംഗമാണ്. യഥാർത്ഥത്തിൽ ഇവരെ ജോർജ് സാറിൻ്റെ ഒരു തപസ്യയാണ് ഈ ചിത്രങ്ങളുടെ പിന്നിലുള്ളത്. കാരണം സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമ്മൾ ഈ ചിത്രങ്ങൾ പഠിക്കാനായിട്ട് ചിത്രരചന പഠിക്കാനായിട്ട് പോവുകയും ഇത് പൂർത്തീകരിക്കുകയും ചെയ്തു. എല്ലാവരെയും പിന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, എനിക്ക് അറിഞ്ഞുകൂടാത്ത ചിത്രത്തോട് താല്പര്യമുള്ള കുറച്ചധികം ആളുകൾ ഉണ്ട്. എല്ലാവരെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ടീച്ചറിനെ രാജീവ് കുമാർ, എൻ്റെ കുട്ടികൾ തന്നെയായ കുര്യച്ചൻ, ദീപ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ആരോഗ്യം വളരെ മോശമാണ്. മൈക്കില്ലാതെ സംസാരിക്കാൻ വയ്യ. ചുമയ്ക്കാൻ തുടങ്ങിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇന്ന് ആശുപത്രിയിൽ നിന്ന് വരികയാണ് ഞാനിപ്പോൾ. എങ്കിലും 2 വാക്ക് പറയാം. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു കലാകാരനോ കലാകാരിയോ ഉണ്ട്. കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ ആ കലാജീവിയെ എവിടെയോ സംസ്കരിക്കുന്നു, ഒന്ന് കുഴിച്ചിട്ട് കളയും. ഒരു പാട്ട് പാടാത്ത, ഒരു പടം വരയ്ക്കാത്ത, ഒന്ന് നൃത്തം ചെയ്യാത്ത, എന്തെങ്കിലും ഒന്ന് അഭിനയിക്കാത്ത, അല്ലെ എന്തെങ്കിലും ഒന്ന് കൈകൊണ്ടുണ്ടാക്കാത്ത ആരുമില്ല. പക്ഷേ അതങ്ങോട്ട് വളർത്തിക്കൊണ്ടുവരാൻ നമുക്കിഷ്ടമല്ല. കൂടുതൽ പ്രാക്ടിക്കലാകുക, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക, പഠിക്കുക എന്നുള്ള ആ ഒരു വലിയ സമ്മർദ്ദമുണ്ടല്ലോ. ഈ പ്രാക്ടിക്കൽ ലൈഫ് എന്ന് പറയുന്ന ഇതൊന്നുമല്ല എന്ന് പറയുന്ന ആ സമ്മർദ്ദത്തിൽ വഴങ്ങി ആ കലയെ സ്നേഹിക്കുന്ന ആ ഒരു ചെറിയ ആത്മാവിനെ നമ്മൾ കുഞ്ഞിലെ തന്നെ എവിടെയോ സംസ്കരിക്കുന്നു. പിന്നെ അത് കാണുന്നില്ല. എനിക്ക് പത്മിനി ഇങ്ങനെ ഈ വിധത്തിലൊരു കലാകാരിയായാൽ അത്ഭുതം തോന്നുന്നില്ല. കാരണം കലയുടെ ഒരു കുടുംബമാണ് അവരുടേത്. എന്നോട് പറയുമായിരുന്നു അവരുടെ എന്തൊക്കെ കണ്ടാണ് അവർ വളർന്നത്. കൊത്തുപണികളും തയ്യൽ വേലയും പടങ്ങൾ വരയ്ക്കലും എല്ലാം കണ്ടു വളർന്നതിൻ്റെ ആ ഒരു സംസ്കാരം
രക്തത്തിൽ തന്നെ ലയിച്ചു കിടന്നു. പിന്നെ നമുക്കൊരു വിചാരമുണ്ട്, ഒരു പ്രത്യേക പ്രായമായി കഴിഞ്ഞാൽ ഇനി ഇതൊന്നും നോക്കില്ല, അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. എല്ലാവരുടെയും ഉള്ളിലൊരു കുട്ടിയുണ്ട്, എല്ലാം എന്ന് വേണമെങ്കിലും നമുക്ക് പഠിക്കാം, വൈകിപ്പോവില്ല. സമയം കിട്ടുമ്പോൾ എന്തെങ്കിലും ഒരു പുതിയ ഒരു കല, ഇല്ലെങ്കിൽ ഒരു പുതിയ ഭാഷ പഠിക്കുക, പുതിയ പുസ്തകങ്ങൾ വായിച്ച് നോക്കുക, എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക, സാധിക്കും. പ്രത്യേകിച്ച് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് ഇനി എന്നെക്കൊണ്ട് എന്താ ആവശ്യം എന്ന് പറഞ്ഞ് മുഖം വാടി മനസ്സ് തളർന്നിരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും, അമ്മമാർ പിന്നെയും ഭേദമാണ്, അവർ വീട്ടുകാര്യങ്ങളിലെങ്കിലും ശ്രദ്ധിക്കും. പുരുഷന്മാരാണെങ്കിൽ അതോടെ തീർന്നു, എൻ്റെ ജീവിതം തീർന്നു എന്നൊരു ഭാവമാണ് അത്യന്തം. എനിക്ക് പത്മിനിയോട് ഒരുപാട് ബഹുമാനം തോന്നുന്നത് ഇങ്ങനെയുള്ള ഒരവസരം ഓർമ്മിച്ചിട്ടാണ്. പത്മിനിക്ക് ചുമ്മാ ഇരിക്കാൻ സാധിക്കില്ല, ആ വിരലുകൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നു, ആ മനസ്സെപ്പോഴും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ പുറകെ പോകുന്നു. വർണ്ണങ്ങളുടെയും അഴകിൻ്റെയും വരകളുടെയും ശില്പങ്ങളുടെയും ഒക്കെയായ ഒരു മനോഹര ലോകത്തിൽ പാറിപ്പറക്കുന്ന ഒരു മനസ്സുണ്ട് ഈ അമ്മയ്ക്ക്. മക്കളെയും കൊച്ചുമക്കളെയൊക്കെ നോക്കി മിണ്ടാതിരിക്കാം, അല്ലെ അടുക്കളക്കാര്യം മാത്രം നോക്കാം, അതുമൊക്കെ കലയാണ്, അതൊന്നും മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. എങ്കിലും അതിനപ്പുറം എൻ്റെ വ്യക്തിത്വം, എൻ്റേതായ കല, എൻ്റേതായ ഒരു പ്രത്യേക കഴിവ് ഈശ്വരൻ അനുഗ്രഹിച്ചു തന്ന ഒരു വാസന എനിക്കുണ്ട്. അത് നിഷ്ഫലമാക്കിക്കൂടാ എന്നുള്ളൊരു വിചാരത്തോടെ നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിരലുകൾ എല്ലാവർക്കും മാതൃകയാണ്. ഞാൻ ഈ ചിത്രങ്ങളൊക്കെ ഇവിടെ നിന്ന് ആകപ്പാടെ നോക്കിയതേ ഉള്ളൂ, ശില്പങ്ങളൊക്കെ ആകപ്പാടെ നോക്കിയേ ഉള്ളൂ. എന്നെ അവ വളരെയധികം എൻ്റെ മനസ്സ് കുളിർപ്പിച്ചു. പ്രത്യേകിച്ച് ആ താമരപ്പൂക്കൾ, പിന്നീട് ഇവിടെ കണ്ട ഈ ഒരു എംബോസ് പഴയ ഗരുഡൻ്റെ ചിത്രം, ആ പീലി വിരിച്ച മയിൽ, ഓരോന്നൊക്കെ കാണുമ്പോൾ ഇതൊക്കെ വലിയ കലാകാരന്മാർ മനക്കെട്ടിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്, പ്രൊഫഷണൽസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ ഈ അമ്മയ്ക്ക് സാധിക്കുന്നു എന്നുള്ളത് ഈശ്വരാനുഗ്രഹം തന്നെയാണ് ഞാൻ കരുതുന്നു. ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത് ഉള്ളിൽ മാത്രം ഉള്ള കലയെ ഉണർത്തിവിടാൻ സാധിക്കില്ല, അതിന് ഗുരുവിൻ്റെ ആവശ്യമാണ്. അതൊരു ഭാരതീയ സങ്കല്പമാണ്, നമ്മുടെ ഒരു വിശ്വാസമാണ്, ഒരു ഗുരു ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ബഹുമാനത്തോടെയാണ് പത്മിനിയുടെ ഗുരുവായ ജോർജ് സാറിനെ പറ്റി പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലാണ് പടങ്ങൾ വരയ്ക്കാൻ പഠിച്ചത്. അത് തന്ന സന്തോഷം, അതേപ്പറ്റി പറഞ്ഞപ്പോഴോ എനിക്ക് വളരെയധികം ബഹുമാനം തോന്നി, സന്തോഷം തോന്നി. ഇതിലാദ്യം ഞാൻ അഭിനന്ദിക്കുന്നത് ജോർജ് സാറിനെയാണ്. പത്മിനിയുടെ കുടുംബത്തെയും പത്മിനിയുടെ ഒപ്പം നിൽക്കുന്ന കുട്ടികളെയും എല്ലാവരെയും മനസ്സ് തുറന്ന് ഞാൻ അനുമോദിക്കുന്നു. കൂടുതൽ പ്രവർത്തന നിരതമാകുവാൻ, കൂടുതൽ കലാസൗഭാഗ്യമുള്ള വസ്തുക്കൾ, ചിത്രങ്ങൾ കാഴ്ചവെക്കുവാൻ ഈ പ്രായമായ വിരലുകൾക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈശ്വരാനുഗ്രഹം നേർന്നുകൊണ്ട് പത്മിനിയെ ഒരിക്കൽ കൂടെ മനസ്സ് നിറഞ്ഞ് അനുമോദിച്ചുകൊണ്ട് ഈ ഒരു മഹത്തായ സംരംഭം, ഈ അമ്മയുടെ വിനീതമായ മനോഹരമായ ഈ സംരംഭം ഞാൻ ആദരപൂർവ്വം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം.